ഒരുപാട് വഷളത്തരങ്ങൾ പൊതുവേദികളിൽ പറഞ്ഞ് അത് പിന്നെ ഓൺലൈൻ മീഡിയ വഴി ആഘോഷിച്ചിട്ടുള്ള അതിൽ അഭിരമിച്ചിട്ടുള്ള ആളാണ് ബോബി ചെമ്മണ്ണൂർ. ഇത്ര കാലം ബോബി ചെമ്മണ്ണൂർ ഇവിടെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനോ മനുഷ്യ സ്നേഹിയോ നന്മ മരമോ ഒക്കെയായി നടന്ന് ഈ വഷളത്വം പറയുകയായിരുന്നു. അതിനുള്ള എക്കോസിസ്റ്റം ഉണ്ടായത് പരാതിക്കാരില്ലാത്തത് കൊണ്ടാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്തായാലും പരാതി ഉണ്ടായപ്പോൾ നല്ല ആക്ഷൻ ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തുകൊണ്ട് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പരസ്യമായി പറയാൻ കഴിഞ്ഞു എന്നുള്ളത്, ധാരാളം പണം കയ്യിലുള്ള ആളാണ്. അങ്ങനെ പണം കയ്യിലുള്ള ആളുകൾക്ക് എന്ത് വൈകൃതവും സമൂഹത്തിൽ കാണിക്കാം എന്ന ഒരവസ്ഥയുടെ കൂടെ സൂചനയല്ലേ? അല്ല, അങ്ങനെ പണം കയ്യിലുണ്ടെങ്കിൽ എന്ത് വൈകൃതവും കാണിക്കാമെന്നുള്ളതിന് അങ്ങനെ കഴിയില്ല എന്ന് തെളിയിക്കുന്ന വളരെ ധീരമായൊരു നിലപാട് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ അതിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഞാൻ ധീരമായി പരാതിയുമായി മുമ്പോട്ട് വന്ന കലാകാരിയെ അഭിനന്ദിക്കുകയാണ്. അവർക്ക് എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും അറിയിക്കുന്നു. കാരണം ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പൊതുരംഗത്ത് നിൽക്കുന്ന മിക്ക സ്ത്രീകളും. അത് ഏത് മേഖലയുമായിക്കൊള്ളട്ടെ. നിങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരു പൊതു ഇടത്തിൽ ഇടപെടാൻ തുടങ്ങിയാൽ അതിൻ്റെയൊക്കെ പേരിൽ ഇത്തരം വഷളത്തരങ്ങൾ, ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അസഭ്യ വർഷങ്ങൾ ഒക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, സൈബർ ഹൈവേകളിൽ ഉപയോഗിക്കുന്നു. അത് വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുന്നു, അത് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ആശങ്ക ഉളവാക്കുന്ന കാര്യം. അതിനെല്ലാം എതിരെയുള്ള ഒരു സാമൂഹിക അവബോധം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. അപ്പം ഇത് ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുക എന്നുള്ളത് അത് അങ്ങേയറ്റം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിനെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ആസ്വദിക്കുകയും അതൊരു തന്ത്രമായി തൻ്റെ പ്രചരണത്തിനും തൻ്റെ മറ്റു തരത്തിലുള്ള വ്യവസായത്തിനുമൊക്കെ ഒരു പ്രചരണോപാധിയായി ഇത്തരം സ്ത്രീവിരുദ്ധതയും മനുഷ്യത്വ വിരുദ്ധതയും ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ്. അതിനെതിരെയുള്ള അതിശക്തമായൊരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കണം എന്നുള്ളതാണ്. ഇതുപോലെ സമാനമായ ഒരുപാട് ഈ പൊതുബോധം ഉണ്ടാക്കാനായി നമ്മൾ ഒരുപാട് സംവാദങ്ങൾ, സെമിനാറുകൾ, ചർച്ചകൾ, സന്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതിനപ്പുറത്ത് നോക്കൂ, ഹണി റോസിന്റെ പോസ്റ്റിൽ അശ്ലീല കമന്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഏതെങ്കിലും മീഡിയ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരുന്ന ആളുകളുണ്ട്. ഇന്നൊരാളും ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഒരാൾ ഇടാത്തത്? അങ്ങനെ ഇടുന്നവനൊക്കെ അകത്ത് പോയി കിടക്കും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ ബോധ്യമുണ്ടാവാതെ നമ്മൾ ഒരു ബോധവൽക്കരണവും നടത്തിയതുകൊണ്ട് കാര്യമാവില്ല കേട്ടോ. അവിടെ ഗവൺമെന്റിന്റെ വലിയ റോളുണ്ട്. എന്താണോ നടത്തേണ്ടത് അത് നടത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതെ, ആ റോള് ഗവൺമെന്റ് വളരെ ശക്തമായി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചാനലിൽ വന്നിരുന്ന് അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വഷളത്തരം വീണ്ടും രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ പറയുമ്പോൾ നമുക്ക് എത്ര നിർഭാഗ്യകരമാണ്. അവര് സോഷ്യൽ മീഡിയയിലൂടെ ഈ പറയപ്പെടുന്ന വ്യക്തികൾ ചെയ്തതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലേ ഇപ്പം മീഡിയയിൽ വന്നിരുന്നിട്ട് രാഹുൽ ഇങ്ങനെ പറയുന്നത്? അത് അങ്ങേയറ്റം തിരുത്തപ്പെടേണ്ടതാണ്. രാഹുലിനെ പോലൊരു വ്യക്തി, ഇപ്പം രാഹുലിന്റെ പല തവണയും അദ്ദേഹത്തെ സ്റ്റുഡിയോയിലും മറ്റും എല്ലാമായി നമ്മൾ നേരിൽ കാണുന്നതാണ്. ഇതൊക്കെ അദ്ദേഹം ഒരു മറ്റൊരു തന്ത്രത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി എല്ലാവരും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാം എന്നുള്ളൊരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഇത് പറയുന്നത്. അതിൽ രാഹുൽ ഉന്നയിച്ചൊരു ചോദ്യം തന്നെ എന്തുമാത്രം അരോചകമാണ്. അഭിലാഷിനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ തന്റെ അതേ മാനസികാവസ്ഥയിലാണ് എല്ലാവരും എന്നുള്ള വളരെ മൂഢമായൊരു ധാരണയിലാണ് രാഹുൽ നിൽക്കുന്നത്. അതിനകത്ത് മാറ്റമുണ്ടാകണം. കാരണം ഇങ്ങനെയല്ല. ഞാൻ ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഫേസ്ബുക്കിനകത്ത് വരുന്ന കമന്റും ഇൻസ്റ്റയിൽ വരുന്ന കമന്റും തമ്മിൽ വലിയ വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ട്. കാരണം പുതിയ തലമുറ ഇൻസ്റ്റ ഉപയോഗിക്കുമ്പോൾ അവർ കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ താരതമ്യേന കുറവാണ്. പൂർണ്ണമായും കുറവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പുതിയ തലമുറയിൽ ആ ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ടുവരണം. തീർച്ചയായും ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു എന്നുള്ളത് സ്ത്രീകൾ എന്ന നിലയിൽ, ഇത്തരം പൊതുരംഗത്ത് ഇടപെടുന്ന വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്.